الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم ذلك أزكى لهم إن الله خبير بما يصنعون. صدق الله العلي العظيم. النظرة سهم مسموم من سهام إبليس، من تركها مخافة من الله أعطاه الله عباده يجد حلاوتها في قلبه. قال رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു അവന്റെ ഖൈർ ബറക്കത്തുകൾ നിഅമത്തുകൾ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ അംഗങ്ങൾക്കും പ്രദാനം ചെയ്യട്ടെ. പവിത്രമായ റജബ് ശഅബാനിൽ അല്ലാഹു ബറക്കത്തുകൾ ഒഴുക്കിത്തന്ന അതിവിശിഷ്ട റമളാനിലേക്ക് അല്ലാഹു എത്തിക്കട്ടെ. കണ്ണ് കണ്ണാണ് എന്ന സന്ദേശമാണ് അബ്ദുല്ലാഹി ഹഖ് തങ്ങളുടേതായി ഇന്ന് ഉണർത്താനുള്ളത്. ഇന്നലെ നമ്മൾ പഠിച്ചു, നമ്മുടെ ശരീരാവയവങ്ങളെ നമ്മൾ നിരീക്ഷിക്കുകയും അതിന് പ്രത്യേകമായ സംരക്ഷണവും സുരക്ഷയും നൽകണം എന്നൊക്കെ പറഞ്ഞിരുന്നു. 7 അവയവങ്ങളാണ് മനുഷ്യന്റെ ശരീരത്തിൽ പ്രധാനമായും ശ്രദ്ധിക്കപ്പെടേണ്ടതുള്ളത് എന്ന് പറഞ്ഞിരുന്നു. അതിലേറ്റവും മുഖ്യമായതും വളരെയേറെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അറിയിക്കുന്നതുമായിട്ടുള്ള ഒരു അവയവമാണ് കണ്ണ്. അതുകൊണ്ട് കണ്ണാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നത്. ഫഹിയ നിഅമത്തുൻ അളീമത്തുൻ മിനല്ലാഹി തആല അലാ അബ്ദിഹി. അല്ലാഹു അവന്റെ ദാസന് നൽകുന്ന നിഅമത്തുകളുടെ കൂട്ടത്തിൽ വളരെയേറെ വണ്ണമേറിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഈ കണ്ണെന്ന് പറയുന്നത്. വഖദ് ഖലഖഹാ ലഹു. ഇതിനെ അല്ലാഹു ഈ ദാസന് വേണ്ടി സൃഷ്ടിച്ചു കൊടുത്തത് ലിയൻദുറ ബിഹാ ഫി അജായിബി മസ്നൂഅതിഹി. എന്തിനാണ് ആ കണ്ണ് അല്ലാഹു തആല മനുഷ്യന് സൃഷ്ടിച്ചു കൊടുത്തത് എന്നറിയോ? അവന്റെ അല്ലാഹുവിന്റെ സൃഷ്ടി വിസ്മയങ്ങളെ നോക്കിക്കാണാനാണ്. ഫി അർദിഹി വസമാവാതിഹി. അല്ലാഹുവിന്റെ ഭൂമിയിലും ആകാശമണ്ഡലങ്ങളിലുമെല്ലാമുള്ള അല്ലാഹുവിന്റെ സൃഷ്ടി വിസ്മയങ്ങൾ, ഒരുപാട് അത്ഭുതകരമായ സൃഷ്ടിപ്പുണ്ട് അല്ലാഹു. ആ സൃഷ്ടി വൈഭവത്തെ, അതിലുള്ള വിസ്മയത്തെ കാണാനും അനുഭവിക്കാനും അതിലൂടെ നമ്മുടെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താനും, അതുപോലെ തന്നെ നമുക്ക് ആത്മജ്ഞാനം ഉണ്ടാകാൻ, ഒരു മനുഷ്യന് നന്നാവാൻ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ആത്മജ്ഞാനം. എന്നല്ലാതെ കുറെ വിദ്യാഭ്യാസം ഉണ്ടാവുക, വിജ്ഞാനം ഉണ്ടാവുക എന്നുള്ളത് നന്നാവാൻ അത് മാത്രം മതിയാകുന്നതല്ല. അതുകൊണ്ടാണ് ഏറ്റവും വിദ്യാഭ്യാസം ഉള്ള ആളുകളിൽ നിന്ന് പോലും അരുതായ്മകൾ ധാരാളമായി കാണപ്പെടുന്നത്. ഇന്നലെ നമ്മൾ കാണേണ്ടി വന്നൊരു വാർത്ത എന്താണ്, കേൾക്കേണ്ടി വന്നൊരു വാർത്ത, മനുഷ്യന്റെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കുകയും മനുഷ്യന്റെ ആരോഗ്യത്തെ ഹനിക്കുന്ന അപകടകരമായ എന്തെല്ലാം സംഗതികളുണ്ടോ അതിനെതിരെയെല്ലാം ജനങ്ങളെ ബോധവൽക്കരിക്കുകയും മാതൃകാപരമായി ആ ജനങ്ങൾക്ക് മുന്നിൽ നിന്ന് അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യേണ്ട ആതുര ശുശ്രൂഷ മേഖലയിലുള്ള ആ ഡോക്ടർമാരാണ് മയക്കുമരുന്ന് വിപണനം ചെയ്യുന്ന, അതിവിനിമയം ചെയ്യുന്ന കേസിൽ പിടിക്കപ്പെട്ടിട്ടുള്ളത്. ആലോചിക്കണം. അപ്പോ വിവരവും വിദ്യാഭ്യാസവും എന്നത് മാത്രമായി ഒരു മനുഷ്യന്റെ നന്മക്ക് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആ മനുഷ്യൻ നന്നാവാൻ ഈ വിജ്ഞാനത്തോടൊപ്പം ആത്മജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ശരീഅത്തുൽ ഇസ്ലാം പറയുന്ന ധർമ്മബോധം ഉണ്ടല്ലോ, അതുണ്ടെങ്കിലേ മനുഷ്യൻ ഉണ്ടാക്കാൻ കഴിയുള്ളൂ.
നല്ല നിലക്ക് ജീവിച്ചു പോകാൻ കഴിയും, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും കഴിയുള്ളൂ. അതുകൊണ്ടാണ് അതുണ്ടാവാൻ അല്ലാഹു തആല മനുഷ്യന് നൽകിയിട്ടുള്ള കണ്ണുകളെ കൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടി വിസ്മയങ്ങളെ കാണുക. അത് കാണുമ്പോൾ നമുക്ക് അള്ളാഹുവിലേക്ക് നമ്മളെ ചിന്ത എത്തിക്കാനും അവന്റെ സൃഷ്ടി വൈഭവത്തെ കുറിച്ച് നമുക്ക് ആശ്ചര്യപ്പെടാനും നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം വർദ്ധിക്കാനും നമ്മുടെ ഈമാൻ ബലപ്പെടാനും അത് കാരണമാകും. വലിയ പിന്നെ കണ്ണുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഇരുട്ടില് വെളിച്ചല്ലാത്ത ഇടത്ത് ഈ കണ്ണു ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? വഴി തെറ്റിപ്പോയാൽ നേർവഴിയിലേക്ക് എത്താൻ കഴിയും. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്ന് പറയുന്നത് പോലെ തെറ്റിപ്പോകാതിരിക്കാൻ നേർവഴിയിലൂടെ സഞ്ചരിക്കാൻ, നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ശരിയായ റൂട്ടിലൂടെ പോകാൻ കണ്ണ് നമ്മളെ വല്ലാതെ കൂടുതൽ സഹായിക്കുന്നു. മറ്റനേകം ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളൊക്കെ നമുക്ക് സാധ്യമായി കിട്ടാൻ നമ്മളെ സഹായിക്കുന്ന വലിയ ഒരു ഘടകമാണ് നമ്മുടെ ശരീരത്തിലെ കണ്ണെന്ന് പറയുന്നത്. കണ്ണില്ലാതിരുന്നാൽ അദ്ദേഹം പ്രയാസപ്പെടുന്ന പ്രയാസം ചെറുതല്ല. അപ്പൊ കണ്ണെന്ന് പറയുന്ന നിഅമത്ത് വളരെ വലിയ നിഅമത്താണ്, അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി ചെയ്യണം. എങ്ങനെയാണ് കണ്ണിന് നന്ദി ചെയ്യണം? ആ കണ്ണുകൊണ്ട് അല്ലാഹു തആല അനുവദിച്ചതിലേക്ക് നോക്കുന്ന നിയന്ത്രണം നമ്മുടെ കണ്ണിനുണ്ടാവണം. അല്ലാഹ് അനുവദിച്ചതിലേക്ക് മാത്രം നോക്കുക. ആ നിയന്ത്രണം കണ്ണിന് നമ്മൾ വരുത്തിയാൽ നമ്മൾ നന്ദി ചെയ്തവരായി. അതല്ല അല്ലാഹ് അനുവദിച്ചത് എന്ന ഒരു കണ്ടീഷൻ വെക്കാതെ, ഒരു അതിർത്തി വെക്കാതെ ഇഷ്ടമുള്ളിടത്തിലേക്കെല്ലാം ഈ കണ്ണ് ഉപയോഗപ്പെടുത്തേണ്ടി വന്നാൽ അത് നമ്മൾ ചെയ്യുന്ന നന്ദികേടാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ വേറെ ചില ആളുകൾക്കുണ്ട് ഈ കണ്ണുകൊണ്ട് ഉള്ള ദൂഷ്യം, മറ്റുള്ളവരെ നിസ്സാരതയോടുകൂടി നോക്കുക. ചില ആളുകളുടെ കണ്ണുകൊണ്ട് മോനെ നോക്കുന്നത് തന്നെ ഓനെ കത്തിയെടുത്ത് കൊത്തുന്നതിനും അപ്പുറമാണ്. അപ്പൊ ഈ കണ്ണിന്റെ നോട്ടം ചെറുതല്ല. അപ്പൊ മറ്റൊരാളെ നിസ്സാരതയോടുകൂടി നോക്കുക, അതുപോലെ മറ്റൊരാളുടെ ന്യൂനത കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പരമാവധി ഒളിഞ്ഞും പാത്തും നിന്നിട്ട് ഓൻ എങ്ങോട്ട് പോണ്, ഏത് സമയത്ത് എവിടേക്ക് പോണ്, അത് തിരിഞ്ഞു നോക്കി മറിഞ്ഞു നോക്കി പാതൽ പഴുതിലൂടെ നോക്കി, ഇങ്ങനെയൊക്കെ മറ്റൊരുത്തന്റെ ന്യൂനത കണ്ടെത്താൻ വേണ്ടി നോക്കുന്ന നോട്ടവും കണ്ണിനെ നമ്മൾ പിന്നെ അവിഹിതമായി ഉപയോഗിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. അതൊക്കെ കണ്ണിന്റെ തെറ്റായ ഉപയോഗങ്ങളാണ്. പിന്നെ വേറെ ചില ആളുകൾക്ക് ദുനിയാവിനോടുള്ള കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള ഈ ഒരു സുഖ സൗകര്യങ്ങളിലേക്ക് വല്ലാതെ നോക്കിപ്പോവുക. ഇങ്ങനെ നാടുനീളെ നടന്ന് ആ നാടുകളിലൊക്കെയുള്ള ഭൗതികമായിട്ടുള്ള ആഡംബരത്തെ കാണുകയും അത് ആവഹിക്കുകയും അത് സ്വന്തം ജീവിതത്തിൽ നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് അവന്റെ കണ്ണ് ഉപയോഗിക്കുക. ഭൗതികതയിലേക്ക് വല്ലാതെ നോക്കുക. എന്നിട്ട് അതേപോലെ ഇവനെന്ത് ചെയ്യും? പ്രാക്ടീസ് ചെയ്യും. അങ്ങനെ ഇവൻ വെറും ദുനിയാവിന്റെ ആളായി മാറും. ആഖിറത്തിലേക്ക് തീരെ ശ്രദ്ധ ഉണ്ടാവില്ല. അപ്പൊ ഇതെല്ലാം കണ്ണിന്റെ ദൂഷ്യങ്ങളാണ് എന്ന് അബ്ദുല്ലാഹി തങ്ങള് അതൊക്കെ നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളാണ്, ഉപദേശങ്ങളാണ്. അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള നോട്ടം അത് ഇസ്ലാമിലെ തെറ്റാണ്. ഇസ്ലാം അല്ലാത്തവർക്ക് അതൊരു തെറ്റല്ല. നമ്മുടെ രാജ്യത്തുള്ള ഭരണ നിയമത്തിലും അത് തെറ്റല്ല. തെറ്റല്ലാത്തത് കൊണ്ടാണ് ആണും പെണ്ണും ഇടകലർന്നുള്ള പ്രവർത്തനങ്ങളും പരിപാടികളും കളികളും ജോലികളും എല്ലാം നിഷിദ്ധമാണ് എന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ ഇസ്ലാമിനെ ചില ആളുകളൊക്കെ പരിഹസിക്കുകയും അത് ഈ കാലത്ത് നടക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അന്യ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള നോട്ടം പാടില്ല, നിഷിദ്ധമാക്കിയത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ആ നോട്ടം അനാശാസ്യതയിലേക്ക് മനുഷ്യനെ എത്തിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇസ്ലാമിൽ അമിതമായിട്ടുള്ള ബന്ധം, അനാശാസ്യത കടുത്ത തെറ്റായ ഒരു കാര്യമാണ്. ആ തെറ്റിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരു സഹായിയാണ് ആരെ? ഈ നോട്ടം. അതുകൊണ്ടാണ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ നോക്കുന്നത് നിഷിദ്ധമായിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീൻ, സൂറത്തു നൂറിന്റെ 30-ാമത്തെ ആയത്താണ്. ഓ നബിയെ, അങ്ങ് വിശ്വാസികളോട് പറയാം, യഗുദ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണ് ചിമ്മാൻ പറയും, കണ്ണ് ഉപയോഗിക്കരുത്. വയഹ്ഫദൂ ഫുറൂജഹും, അതുവഴി അവരുടെ ഗുഹ്യത്തെ അവരെ സംരക്ഷിക്കാൻ പറയൂ. ദാലിക അസ്കാരഹും, അതാണ് അവർക്ക് ഏറ്റവും സംസ്കാര സമ്പന്നത.
ഒരു മനുഷ്യൻ ഏറ്റവും സംസ്കാരമുള്ളവനാകണമെങ്കിൽ അവന്റെ ചാരിത്ര ശുദ്ധി അവൻ കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്യാൻ ഏറ്റവും ഉദാത്തമായ വഴി ഏതാണെന്ന് ചോദിച്ചാൽ കണ്ണിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. മനുഷ്യൻ ചെയ്യുന്ന വേലകളൊക്കെ അത് അകവും പുറവും വ്യത്യാസമില്ലാത്ത വിധം അള്ളാഹു അറിയുന്നവനാണ് എന്ന് ഓർക്കണം. ഇനിയിപ്പോ ആരും കാണാതെ നമ്മൾ കണ്ണ് വേണ്ടാത്തതിന് ഉപയോഗിച്ചാൽ അതും ആര് തിരിച്ചറിയും? അള്ളാഹു തിരിച്ചറിയും എന്നുള്ളൊരു ഉണർത്തൽ, ഒരു താക്കീത് കൂടി ആയത്തുണ്ട്. പിന്നെ തിരുനബി പഠിപ്പിച്ച ഹദീസിൽ നിന്നും വ്യക്തമാണ് അന്യ ആണും പെണ്ണും തമ്മിൽ കാണരുത് എന്ന് നിയമം വെച്ചതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ തിരുനബി പറയാണ്, ഈ കണ്ണുകൊണ്ടുള്ള ഒരു നോട്ടം സഹ്മും മസ്മൂമുൻ, അത് വിഷത്തിലൂട്ടപ്പെട്ട ഒരു അമ്പാണ്. ഇബിലീസിന്റെ അമ്പുകളുടെ കൂട്ടത്തിൽ വിഷം തീണ്ടിയ ഒരു അമ്പാണ് ഇത്, ഈ നോട്ടം എന്ന് പറയുന്നത്. അപ്പൊ നോട്ടത്തിൽ വെറുതെ ഒരു നോട്ടം മാത്രമല്ല, അതൊരു അമ്പ് ചെന്ന് തറക്കുന്നതിന് തുല്യം പോരാ. ആ അമ്പിൽ വിഷം കൂട്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിഷം കൂട്ടപ്പെട്ട അമ്പ് ഒരു ശരീരത്തിൽ തറച്ചാലുള്ള എഫക്റ്റ് എത്രയാണോ അതുപോലെ എഫക്റ്റീവഡ് ആയിട്ടുള്ള ഒന്നാണ് ഇത് കണ്ണിന്റെ നോട്ടം. അത് ഇബ്ലീസിന്റെ അമ്പുകളിൽപ്പെട്ട ഒരു അമ്പാണ് എന്ന് തിരിച്ചറിയണം. മൻ തറക്കഹ, അങ്ങനെയുള്ള നോട്ടത്തെ ഒരാൾ ഉപേക്ഷിച്ചു. എന്തിനു വേണ്ടി? മഖാഫത്തൻ മിനല്ലാഹ്, വല്ല തെറ്റിലേക്കും എത്തിപ്പോകും എന്ന് അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് ഒരാൾ അത്തരം അനാവശ്യ നോട്ടങ്ങൾ ഉപേക്ഷിച്ചാൽ അള്ളാഹു ഓനിക്ക് ഇബാദത്ത് കൊടുത്തു. എങ്ങനത്തെ ഇബാദത്ത്? ആ ഇബാദത്ത് യജിദു ഹലാവതഹ, ആ ഇബാദത്തിന്റെ മാധുര്യത്തെ അവൻ അനുഭവിക്കും. ഫി ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ. ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്ത് നമ്മളെ ഹൃദയത്തിൽ നല്ല മധുരമായി അനുഭവപ്പെടും. ആ നിലക്കുള്ള അവസ്ഥ നടക്കും. എത്രയോ ആളുകൾ പരാതി പറയുന്ന ഒരു വിഷയമാണ്, ഉസ്താദെ നിസ്കരിക്കുന്നുണ്ട്, ആ നിസ്കാരത്തിലൊന്നും യാതൊരു വിധ ഭക്തിയും കിട്ടുന്നില്ല, ഒരു രസവുമില്ല, പിന്നെ എങ്ങനെ ചെയ്ത് പോണമെന്നേ ഉള്ളൂ, എന്താ ഉസ്താദ് ചെയ്യാ എന്ന് ചോദിക്കാറുണ്ട്. വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ നമുക്ക് മാധുര്യം കിട്ടാൻ, അതൊരു ആനന്ദം കിട്ടാൻ, ആത്മനിർവൃതി ഉണ്ടാവാൻ നമുക്ക് അനിവാര്യമായത് എന്താന്ന് ചോദിച്ചാൽ അതാണ് തിരുനബി തങ്ങളുടെ ഹദീസിലുള്ളത്. ഈ കണ്ണിന്റെ ഉപയോഗത്തെ അത് ഹറാമിലേക്ക് പോകുന്നതിൽ നിന്ന് നിയന്ത്രിച്ച് നിർത്തിയാൽ അവന് മാധുര്യം, ഹൃദയത്തിൽ അതിന്റെ ഗുണം കിട്ടുന്ന തരത്തിലുള്ള ഇബാദത്തിന് അല്ലാഹു തആല നൽകും എന്നാണ്. അപ്പൊ ഇബാദത്തിൽ കൂടുതൽ ആത്മാർത്ഥതയും ഇഖ്ലാസും അതുപോലെ അതിലെ ആനന്ദവും കിട്ടാൻ നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അതിന്റെ പ്രധാന ഘടകമാണ് എന്ന് കാണുന്നതാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ഈ നമ്മുടെ ശ്രദ്ധയെ തെറ്റിച്ച് കളയുന്ന ഫോട്ടോയുള്ള, ചിത്രങ്ങളുള്ള മുസല്ല, ചിത്രങ്ങളുള്ള ചുമര്, ചിത്രങ്ങളുള്ള വസ്തുക്കൾ അതിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് നിസ്കരിക്കരുത് എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ഈ നോട്ടം അങ്ങോട്ട് പോകും, നമ്മുടെ ഇബാദത്തിന്റെ എല്ലാവിധ ഗുണങ്ങളും തെറ്റിപ്പോകും എന്ന്. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ഒരു സന്ദേശം യേശു പറഞ്ഞെന്താ? അന്നദറതു തസ്റഉ ഫിൽ ഖൽബി ശഹവതൻ, ഈ കണ്ണുകൊണ്ടുള്ള നോട്ടം ഹൃദയത്തിൽ വികാരത്തെ നട്ടുപിടിപ്പിക്കും. വകഫാ ബിഹാ ലിസ്വാഹിബിഹാ ഫിത്നതൻ, അത് മതി ഒരു മനുഷ്യൻ കുഴപ്പത്തിലാവാൻ. ഈ നോക്കുന്നത് കൊണ്ട് നോട്ടത്തിന്റെ എഫക്റ്റ് എവിടെ ഉണ്ടാവും? കൽബിനുണ്ടാവും. കൽബിൽ വികാരത്തെ നട്ടുപിടിപ്പിക്കും അത്. എന്നിട്ട് അത് വളർന്ന് വൃക്ഷമായി പിന്നെന്തായി മാറും? അത് വിത്തനയായി, അത് പ്രേമമായി, പ്രേമം പിന്നെ കൊലപാതകമായി, തട്ടിക്കൊണ്ടുപോകലായി, ഒരുപാട് വിഷയങ്ങളായി. ഇതുകൊണ്ടൊക്കെ ഒരുപാട് ദൂഷ്യങ്ങൾ വരുന്നത് കൊണ്ടാണ് അള്ളാഹുവിന്റെ ദീനിൽ എന്തുള്ളത്? അന്യ ആണും പെണ്ണും തമ്മിൽ നോക്കരുത് എന്ന് പറയപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കണ്ണ് അതിമഹത്തായ അനുഗ്രഹമാണ്. അനാവശ്യ കാര്യങ്ങളിൽ, അവിഹിതങ്ങളിലേക്ക് ആ കണ്ണ് ഉപയോഗപ്പെടുത്താതെ ഹലാലാക്കിയതിൽ മാത്രം നിയന്ത്രിച്ച് നിർത്തിയാൽ അവന്റെ ദുനിയാവും ആഖിറത്തിലും ഏറ്റവും കൂടുതൽ അഭിമാനത്തോടു കൂടി കഴിയാൻ കഴിയും എന്നുള്ള സന്ദേശമാണ് ഇതിലൂടെ ഉള്ളത്. അല്ലാഹു തആല നമുക്കിതിനെല്ലാം നല്ലതരാവാൻ തൗഫീഖ് നൽകട്ടെ. നന്മയുടെ ആളുകളുടെ കൂടെ ചേർത്ത് നിർത്തി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ തിന്മകളോടും അകലം പാലിക്കാനുള്ള വലിയ തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെയും പ്രദാനം ചെയ്യണം. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.